ഇടുക്കിയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. സിംഗുകണ്ടത്ത് സംരക്ഷണ വേലി തകർത്തെത്തിയ മുറിവാലൻ കൊമ്പൻ ആന ഏലം കൃഷി നശിപ്പിച്ചു. ദേവികുളത്ത് പടയപ്പയും ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനും ഇറങ്ങി. MC ബോബൻ ചേരുകയാണ് വിവരങ്ങളുമായി. ബോബൻ, ഇടുക്കിയിൽ ആനയടക്കം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പുതിയ കാര്യമല്ലെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളായി കുറച്ച് കൂടുതലാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു ചൂടും ഭക്ഷണത്തിൻ്റെ ഒരു ദൗർലഭ്യവും ഒക്കെയാകും ഈ ആനകൾ ഇറങ്ങുന്നത് എന്ന് നമുക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് കരുതാമോ? നാട്ടുകാർ എത്രത്തോളം ഒരു ആശങ്കയിലാണ്? രണ്ട് ദിവസമായി മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ദേവികുളത്ത് പടയപ്പയും സിംഗുകെട്ടത് ചക്കക്കൊമ്പനുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിംഗുകെട്ടത്ത് മുറിവാലൻ എന്നറിയപ്പെടുന്ന ഒറ്റയാനും എത്തിയിരിക്കുന്നത്. ഇവിടെ മുറിവാലൻ കൊമ്പൻ വ്യാപകമായി ഏലം കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇടമലക്കുടിയിലും കാട്ടാനക്കൂട്ടമിറങ്ങി പലചരക്ക് കടയ്ക്കും റേഷൻ കടയ്ക്കും നേരെ ആക്രമണം നടത്തിയിരുന്നു. മതപ്പാടിനെ തുടർന്ന് 10 ദിവസം മുമ്പ് വരെ അക്രമാസക്തനായിരുന്ന പടയപ്പ ഇപ്പോൾ ശാന്തനായിട്ടുണ്ട്. എങ്കിലും ദേവികുളത്ത് ജനവാസ മേഖലയിൽ തന്നെ പടയപ്പ തമ്പടിക്കുന്നതാണ് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി RRT സംഘത്തെ നിയോഗിച്ചിട്ട് ജനവാസ മേഖലയിൽ ഏതെങ്കിലും രീതിയിൽ അക്രമ സംഭവങ്ങളോ റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമോ ഉണ്ടായാൽ മുൻകൂട്ടി വിവരം അറിയിക്കുന്നതിന് RRT സംഘം സജ്ജമാണ്. എങ്കിൽ പോലും ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പ മാറാത്തതാണ് ജനങ്ങളിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. സിംഗുകണ്ടത്താണ് ഏറ്റവും അധികം ആനകൾ നാശം വിതയ്ക്കുന്നത്. വ്യാപകമായാണ് കൃഷിനാശം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ വീടിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുറിവാലൻ കൊമ്പന്റെ ആക്രമണവും കൂടിയാകുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാനയെ തുരത്തുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം എന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി RRT സംഘത്തെ നിയോഗിച്ചതുപോലെ തന്നെ ചക്കക്കൊമ്പനെയും മുറിവാലൻ കൊമ്പനെയും നിരീക്ഷിക്കുന്നതിനും ജനവാസ മേഖലയിലെത്തിയാൽ മുന്നറിയിപ്പ് നൽകുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാകണം എന്ന ആവശ്യവും ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടാനശല്യത്തിന് പിന്നാലെ ഇപ്പോൾ തലയാർ എസ്റ്റേറ്റിൽ പുലിയുടെ ആക്രമണവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിലായിട്ട് 5 പശുക്കളെയാണ് ഈ മേഖലയിൽ പുലി കൊന്നത്. ഇതോടുകൂടി കൂടുതൽ ആശങ്കയിലാണ് ജനങ്ങൾ. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് തടയുന്നതിന് അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യമാണ് കർഷകർ ഉയർത്തുന്നത്.